കടലോളം മോഹൻലാൽ സ്നേഹിച്ച തൻ്റെ അമ്മ ശാന്തകുമാരിയുടെ അവസാന നിമിഷവും കയ്യിൽ പിടിച്ചിരുന്നത് മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സുചിത്ര തന്നെയാണ്. പലപ്പോഴും മോഹൻലാൽ പലയിടത്ത് വിളിച്ചാലും സുചിത്ര പോകാത്തതിൻ്റെ കാരണം അമ്മ ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ടാണ്. ജോലിക്കാരികളെ ഏൽപ്പിച്ചു പോകാൻ സുചിത്രയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അറിഞ്ഞ നാളു മുതൽ തന്നെ അമ്മയോടൊപ്പം നിൽക്കുന്നത് സുചിത്ര തന്നെയാണ്. വയ്യ എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രണവിനെ വിളിച്ച് വേഗം വരാൻ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അച്ചമ്മ മരിക്കുന്ന സമയമായപ്പോൾ പ്രണവിന് ഓടിയെത്താൻ സാധിച്ചത്. മക്കളെ എപ്പോഴും അച്ഛൻ്റെ അമ്മയോട് അടുപ്പിച്ചിരുന്ന ഒരു മകൾ തന്നെയായിരുന്നു സുചിത്ര. മരുമകൾ എന്ന് പറയാത്തതിന് കാരണം ശാന്തകുമാരിക്കുള്ള ഒരേയൊരു മകളാണ് ഇന്ന് സുചിത്ര. എല്ലാ കാര്യങ്ങൾക്കും ശാന്തകുമാരി ആദ്യം വിളിക്കുന്നത് സുചിത്രയെ തന്നെയാണ്. മോഹൻലാലിനെ വിളിക്കാൻ പറ്റില്ല, അദ്ദേഹം തിരക്കിലാണ് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മോഹൻലാലിൻ്റെ ഉൾപ്പെടെ കാര്യങ്ങളും പ്രണവിൻ്റെ വിസ്മയുടെ കാര്യങ്ങളുമെല്ലാം ചോദിക്കുന്നത് സുചിത്രയോട് തന്നെയായിരുന്നു. അങ്ങനെ ഒരു അടുപ്പം സുചിത്രയോടുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ അമ്മയ്ക്ക്. 90-ാം വയസ്സിലും എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും അറിയുന്നത് സുചിത്രയ്ക്ക് തന്നെയാണ്. അമ്മയ്ക്ക് ഏത് സമയത്താണ് മരുന്ന് കഴിക്കേണ്ടത്, അമ്മ എപ്പോഴൊക്കെയാണ് ഡോക്ടർ വന്ന് കാണേണ്ടത്, ഈ കാര്യങ്ങളെല്ലാതും മോഹൻലാൽ ചോദിക്കുന്നതും സുചിത്രയോട് തന്നെയായിരുന്നു. അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഹോം നേഴ്സ് ഉൾപ്പെടെ വീട്ടിൽ ജോലിക്കാരുൾപ്പെടെ എല്ലാവരും ഉണ്ടെങ്കിലും വന്നു കയറിയ നാളു മുതൽ തന്നെ നോക്കുന്നത് കൊണ്ട് സുചിത്രയ്ക്ക് അതിലൊന്നും ഇടപെട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാകില്ല. അമ്മായിയമ്മയായല്ല, മറിച്ച് അമ്മയായി തന്നെ നോക്കിയ സുചിത്രയുടെ കഥ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഓർത്തെടുക്കേണ്ടത്. ഇപ്പോൾ ആ വീട്ടിൽ നിരവധി ആളുണ്ട്, എന്നാൽ ആളൊഴിഞ്ഞെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സുചിത്ര അമ്മയെ നോക്കിയിരിപ്പുണ്ട്. ഒരുപോലെ കണ്ണടക്കാതെ അമ്മയെ തന്നെ നോക്കിയിരിക്കുന്ന സുചിത്രയെ കണ്ടപ്പോൾ തന്നെ വിഷമം അടക്കാനാകുന്നില്ല. മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളും ഇവരെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർ പോലും പറയുന്നത് സുചിത്രയായിരുന്നു അമ്മയുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ്. ഒരു മകളില്ലാത്തത് കൊണ്ട് തന്നെ ശരിക്കും ഒരു ബുദ്ധിമുട്ടമ്മ പ്രായമായപ്പോൾ അനുഭവിച്ചിരുന്നു. എന്നാൽ ആ ബുദ്ധിമുട്ടെല്ലാം തന്നെ മാറ്റിക്കൊടുത്തത് സുചിത്രയാണ് എന്ന് പറയാം. സുചിത്രയുടെ സ്നേഹം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് അവസാന നാളുകളിൽ ഏറ്റവും വലിയ തണലായി മാറിയത്. ലാലുവിനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ശാന്തകുമാരി അമ്മയേക്കാൾ ഉപരി പ്രേക്ഷകർ അറിയേണ്ടത് സുചിത്രയെക്കുറിച്ച് തന്നെയാണ്. അമ്മായിയമ്മമാരെ നോക്കാൻ ബുദ്ധിമുട്ടായി മാറുന്ന മരുമക്കളുടെ കാലത്ത് സുചിത്ര എന്നും ഒരു പാഠമായിരുന്നു. മക്കളെയും നോക്കി അമ്മയും നോക്കി നിന്നതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന് സ്വന്തമായും സമാധാനമായും ഒക്കെ സിനിമകൾ ചെയ്യാൻ സാധിച്ചത്. അതൊരു ഭാഗ്യമായി തന്നെ എല്ലാവരും കാണുന്നു. അതൊരു വല്ലാത്ത ഭാഗ്യം തന്നെയെന്ന് എടുത്തു പറഞ്ഞേ മതിയാകൂ. പ്രേക്ഷകരെല്ലാവരും നോക്കുന്നത് ഇപ്പോൾ സുചിത്രയിലേക്ക് തന്നെയാണ്. മോഹൻലാൽ തിരക്കിലായിരുന്ന സമയം അത്രയും മാത്രം ഭംഗിയായി സ്വന്തം അമ്മയെപ്പോലെ നോക്കിയ സുചിത്രയുടെ കാര്യം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സുചിത്ര എന്ന മരുമകളെക്കുറിച്ചല്ല, പകരം മകളെക്കുറിച്ച്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.